നമസ്കാരം. ആ, ആ, നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡിലോട്ട് കിടക്കുകയാണ്. ഇന്ന് 2022 SBI PO പ്രിലിംസിൽ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ട്രെയിൻ എ ക്യാൻ ക്രോസ് എ പോൾ ആൻഡ് 200 meter ലോങ് പ്ലാറ്റ്ഫോം ഇൻ 16 seconds ആൻഡ് 24 seconds respectively. Find the time taken by train A to cross another train B with a length of 480 meters and running at the speed of 108 km/h in opposite direction. 5 ഓപ്ഷൻസ് വന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. A 25 സെക്കൻഡ്, B 24 സെക്കൻഡ്, C 18 സെക്കൻഡ്, D 20 സെക്കൻഡ്, C 16 സെക്കൻഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് ഈയുള്ള ട്രെയിനിൻ്റെ ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്ക് 4 കണ്ടീഷൻസ് നമ്മൾ മനസ്സിലാക്കി. 4 കണ്ടീഷൻസ് ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിനകത്ത് ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിനകത്ത് കണ്ടീഷൻ നമ്പർ 1, ട്രെയിൻ ഒരു പോളിനെ ക്രോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ, അതായത് ലെങ്ത് ട്രെയിനിൻ്റെ ലെങ്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നെഗ്ലിജിബിൾ ആയിട്ടുള്ള ലെങ്ത് അല്ലെങ്കിൽ ലെങ്ത് ഇല്ല എന്ന് പറയാൻ പറ്റുന്ന ഒബ്ജക്ട്സിനെ ട്രെയിൻ ക്രോസ് ചെയ്യുമ്പോൾ എത്ര ഡിസ്റ്റൻസ് ആ ട്രെയിൻ ട്രാവൽ ചെയ്തു എന്നുള്ളത് നമ്മൾ ആദ്യത്തെ കണ്ടീഷനിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ നോക്കുക, ഒരു പോളിനെ എക്സ് ലെങ്തുള്ള ട്രെയിൻ എ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രെയിൻ എത്ര ദൂരം സഞ്ചരിച്ചു? ആ ട്രെയിനിൻ്റെ ലെങ്ത് എത്രയാണോ അത്രയും ദൂരമാണ് ആ ട്രെയിൻ സഞ്ചരിക്കുന്നത്, അല്ലേ? അപ്പോൾ എക്സ് ലെങ്തുള്ള ഒരു ട്രെയിൻ ഒരു പോളിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രെയിൻ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഓക്കെ, ഇത് മനസ്സിലാക്കി വെക്കണം, ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി കണ്ടീഷൻ 2 നോക്കുക. ലെങ്ത് ഉള്ള ഒരു ഒബ്ജക്റ്റ്, പക്ഷേ അത് സ്റ്റേഷനറിയാണ്, മൂവിങ് അല്ല. ലെങ്ത് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ ഒരു ട്രെയിൻ ക്രോസ് ചെയ്യുമ്പോൾ അത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന് നോക്കണം. ഉദാഹരണത്തിന് ട്രെയിൻ എ, എക്സ് ലെങ്തുള്ള ട്രെയിൻ എ വൈ ലെങ്തുള്ള പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ട്രെയിൻ എത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചു നോക്കുക. ഫസ്റ്റ് ആ ട്രെയിനിൻ്റെ ലെങ്ത് മൊത്തം സഞ്ചരിക്കും, പിന്നെ ആ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് മൊത്തം സഞ്ചരിക്കും. നിങ്ങൾ ആ ഇങ്ങേയറ്റത്ത് നിന്ന് അങ്ങേയറ്റം വരെ ആ ട്രെയിൻ മൂവ് ചെയ്തതായിട്ട് സങ്കല്പിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഡിസ്റ്റൻസ് ആ ട്രെയിൻ ട്രാവൽ ചെയ്തെന്നു. നമ്മൾ നോക്കുമ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണ്? ട്രെയിനിൻ്റെ ലെങ്തും പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്തും. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിനെ ട്രെയിൻ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ആ ട്രെയിൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ ലെങ്തും പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്തും കൂടെ കൂടുന്നതാണ്. അതായത് ഈ കേസിലാണെങ്കിൽ x+y. അപ്പോൾ ഈ കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത കണ്ടീഷൻ 3. കണ്ടീഷൻ 3 എന്ന് പറയുമ്പോൾ 2 ട്രെയിൻ എ, ട്രെയിൻ ബി, ഇത് രണ്ടും ഒരേ ഡയറക്ഷനിൽ സഞ്ചരിക്കുക. ഒരേ ഡയറക്ഷനിൽ സഞ്ചരിക്കുന്ന ഈ 2 ട്രെയിനുകൾ തമ്മിൽ പരസ്പരം ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് ഈ കണ്ടീഷൻ 3 ഉപയോഗിക്കുന്നത്. അപ്പോൾ ട്രെയിൻ എയും ട്രെയിൻ ബിയും ഒരേ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ ഈ ഫിഗർ കാണിച്ചിരിക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ ട്രെയിൻ എ ട്രെയിൻ ബിയെ ക്രോസ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ട്രെയിൻ എ ട്രെയിൻ ബിയെ ക്രോസ് ചെയ്യാൻ എടുത്ത സമയം എത്രയാണ്? ഫസ്റ്റ് ട്രെയിൻ എയുടെ ലെങ്ത് എക്സും ട്രെയിൻ ബിയുടെ ലെങ്ത് വൈയും ആണ്. ട്രെയിൻ എ ട്രെയിൻ ബിയെ ക്രോസ് ചെയ്യണമെങ്കിൽ ട്രെയിൻ എയുടെ സ്പീഡ് ട്രെയിൻ ബിയുടെ സ്പീഡിനേക്കാൾ കൂടിയേ പറ്റത്തുള്ളൂ, എന്നാൽ മാത്രമേ അതിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സമയം എങ്ങനെ കണ്ടുപിടിക്കും? സമയം കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x+y ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ എ മൈനസ് സ്പീഡ് ഓഫ് ട്രെയിൻ ബി. അതാണ് x+y എന്ന് പറഞ്ഞാൽ ട്രെയിൻ എയുടെ ലെങ്തും ട്രെയിൻ ബിയുടെ ലെങ്തും കൂടെ കൂട്ടുന്നതാണ് x+y. സ്പീഡ് ഓഫ് ട്രെയിൻ എ മൈനസ് സ്പീഡ് ഓഫ് ട്രെയിൻ ബി എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് സ്പീഡ് ഓഫ് ട്രെയിൻ എ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ മാത്രം ഓർത്തിരിക്കുക. ട്രെയിൻ എയും ട്രെയിൻ ബിയും ഒരേ ഡയറക്ഷനിൽ പോകുന്നു. ട്രെയിൻ എക്ക് ട്രെയിൻ ബിയെ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ട്രെയിൻ എ പ്ലസ് ലെങ്ത് ഓഫ് ട്രെയിൻ ബി, അതാണ് ഡിസ്റ്റൻസ്, ബൈ റിലേറ്റീവ് സ്പീഡ് ഓഫ് ട്രെയിൻ എ. റിലേറ്റീവ് സ്പീഡ് ഓഫ് ട്രെയിൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ട്രെയിൻ എ മൈനസ് സ്പീഡ് ഓഫ് ട്രെയിൻ ബി ആണ് റിലേറ്റീവ് സ്പീഡ് ഓഫ് ട്രെയിൻ എ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ, ഇത് ഓർത്ത് വെക്കുക. കണ്ടീഷൻ 4, 2 ട്രെയിനുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നുകൊണ്ടിരിക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നുകൊണ്ടിരിക്കുന്ന 2 ട്രെയിനുകൾ പരസ്പരം ക്രോസ് ചെയ്ത് പോകാനെടുക്കുന്ന സമയം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ ട്രെയിൻ എക്ക് ലെങ്ത് എക്സ് ഉണ്ട്, ട്രെയിൻ ബിക്ക് ലെങ്ത് വൈ ഉണ്ട്. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ റിലേറ്റീവ് സ്പീഡെന്ന് പറഞ്ഞാൽ ട്രെയിൻ എയുടെ സ്പീഡും ട്രെയിൻ ബിയുടെ സ്പീഡും കൂടെ കൂട്ടുന്നതാണ് റിലേറ്റീവ് സ്പീഡ്. ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന എത്രയാണ്? x+y. അത് അതുപോലെ തന്നെ. അപ്പോൾ ടൈം ടേക്കൺ ടു
taken for train A to cross train B when both trains are traveling in opposite direction is equal to x plus y divided by relative speed of train A. That is equal to x plus y divided by speed of train A plus speed of train B. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക. ഈ 4 കണ്ടീഷൻസ് മനപ്പാടമാക്കുക. ഓക്കെ, ഈ 4 കണ്ടീഷൻ മനസ്സിലാക്കിയതിന് ശേഷം നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ട്രെയിൻ എ ക്യാൻ ക്രോസ് എ പോൾ ആൻഡ് 200 meter long platform in 16 seconds and 24 seconds respectively. Okay, find the time taken by train A to cross another train B with a length of 480 meters and running at the speed of 108 km/h in opposite direction. നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം 4 കണ്ടീഷൻസ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണിത്. SBIPയുടെ 2022 പ്രിലിംസിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ, നോക്കുക. ഫസ്റ്റ്, ട്രെയിൻ എ ക്യാൻ ക്രോസ് എ പോൾ ഇൻ 16 seconds. അത് പറയുന്നുണ്ട്. അതാണ് നമ്മൾ ആദ്യത്തെ ഫിഗർ വരച്ചേക്കുന്നത്. ട്രെയിൻ എ ക്യാൻ ക്രോസ് എ പോൾ ഇൻ 16 seconds. അപ്പം ട്രെയിൻ എയുടെ ലെങ്ത് എക്സായിട്ട് എടുത്തു കഴിഞ്ഞാൽ പോളിനെ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? കണ്ടീഷൻ 1, എത്ര ഡിസ്റ്റൻസാണ് ട്രാവൽ ചെയ്യുന്നത്? എക്സ് ഡിസ്റ്റൻസ്. അത് ട്രെയിൻ എയുടെ ലെങ്ത് എക്സ് ആണെങ്കിൽ പോളിനെ ക്രോസ് ചെയ്യുമ്പോൾ ആ ട്രെയിൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രെയിൻ എയുടെ ലെങ്ത് തന്നെയാണ്. അതാണ് എക്സ്. ടൈം എത്രയാണെന്ന് പറഞ്ഞു? 16 seconds. അത് നമ്മളൊരു ബ്രാക്കറ്റിലാക്കി. ഇനി 200 meter ലോങ് പ്ലാറ്റ്ഫോം ഇൻ 24 seconds. ഈ ട്രെയിൻ എക്ക് തന്നെ 200 meter ലോങ് പ്ലാറ്റ്ഫോം 24 seconds ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ട്രെയിൻ എയുടെ ലെങ്ത് എക്സ് ആണ്, പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് 200 meter ആണ്. ഈ ട്രെയിൻ എ പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 200 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത്. ടൈം എത്ര? 24 seconds. അപ്പം ഇനി നോക്കുക, ഈ 1, 2 ഫിഗേഴ്സ് നോക്കുക. 1, 2 ഫിഗേഴ്സിൽ താഴെ വരച്ചിരിക്കുന്ന ബോക്സ് നോക്കുക. എക്സ് ഡിസ്റ്റൻസ് 16 സെക്കൻഡിൽ ട്രെയിൻ ട്രാവൽ ചെയ്യും. എക്സ് പ്ലസ് 200 24 സെക്കൻഡിൽ ട്രാവൽ ചെയ്യും. അപ്പോൾ അതിനകത്ത് നിന്ന് എന്ത് മനസ്സിലാവും? 200 meter ട്രാവൽ ചെയ്യാൻ 8 സെക്കൻഡാണ് വേണ്ടത്. 24 16 തമ്മിലുള്ള ഡിഫറൻസ് 8 സെക്കൻഡാണ്. അപ്പോൾ 200 meter ട്രാവൽ ചെയ്യാൻ എത്ര വേണ്ടി വരുന്നത്? 8 സെക്കൻഡ്. അത് മനസ്സിലായി. അപ്പം ട്രെയിൻ എ ട്രാവൽ 200 meter in 8 seconds. സ്പീഡ് ഓഫ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? 200/8. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. ഇത് നമുക്കറിയാമല്ലോ. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. അപ്പോൾ ട്രെയിൻ എ 200 meter 8 സെക്കൻഡ് സഞ്ചരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് 200 meter, ടൈം 8 seconds, സ്പീഡെന്ന് പറഞ്ഞാൽ 200/8 വിച്ച് ഈസ് ഈക്വൽ ടു 25 meter/second. അത് മനസ്സിലാക്കി. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും വരാം. 25 meter/second ആണ് ട്രെയിനിൻ്റെ സ്പീഡെന്ന് മനസ്സിലായി. ഇനി ആദ്യത്തെ കണ്ടീഷനുള്ള പോൾ ക്രോസ് ചെയ്യുമ്പം ട്രെയിനിൻ്റെ ലെങ്ത് എക്സ് ആണ്. പോൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് 16 സെക്കൻഡ് എടുത്തതെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ എക്സ് ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യാൻ 16 സെക്കൻഡ്. എക്സ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ ലെങ്ത് ആണ്. ട്രെയിനിൻ്റെ ലെങ്ത് ട്രാവൽ ചെയ്യാൻ 16 സെക്കൻഡ് എടുത്തു. അപ്പോൾ 25 meter/second സ്പീഡുള്ളത് ഒരു ട്രെയിൻ 16 സെക്കൻഡ് ട്രാവൽ ചെയ്യുമ്പം എത്ര ദൂരം സഞ്ചരിക്കും? 25 × 16 400 meter. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 400 മനസ്സിലായി. അതാണ് 4ാമത്തെ പോയിൻ്റായിട്ട് കൊടുക്കുന്നത്. 16 seconds ടു ട്രാവൽ ഡിസ്റ്റൻസ് എക്സ്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ക്വസ്റ്റ്യൻ്റെ ആദ്യം തന്നെ പറഞ്ഞേക്കുന്നത് എ ക്യാൻ ക്രോസ് എ പോൾ ഇൻ 16 seconds. അതായത് ആ ട്രെയിനിൻ്റെ ലെങ്ത് ട്രാവൽ ചെയ്യാൻ 16 seconds. അപ്പം ട്രെയിനിൻ്റെ സ്പീഡ് 25 meter/second ആണ്. സ്പീഡ് ഇൻറ്റു ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ്. നമ്മൾ മറ്റേ ഇക്വേഷൻ തന്നെ പല രീതിയിൽ മാറ്റി എഴുതുന്നുള്ളൂ. സ്പീഡ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എത്ര? 25 meter/second. സ്പീഡ് 25 meter/second, ടൈം 16. ലെങ്ത് ഓഫ് ട്രെയിൻ എ ഈസ് ഈക്വൽ ടു വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 25 × 16 വിച്ച് ഈസ് ഈക്വൽ ടു 400 meter. ഓക്കെ, ഇത്രയും മനസ്സിലായി. അപ്പോൾ ട്രെയിനിൻ്റെ ലെങ്തും കണ്ടുപിടിച്ചു, ട്രെയിനിൻ്റെ സ്പീഡും കണ്ടുപിടിച്ചു. ട്രെയിൻ എയുടെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 meter ആണ്. ട്രെയിൻ എയുടെ സ്പീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 meter/second ആണ്. ഇനി ട്രെയിൻ ബി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരിക. ട്രെയിൻ ബിയുടെ ലെങ്ത് 480 meter ആണെന്ന് പറഞ്ഞു. അതിൻ്റെ സ്പീഡ് എത്ര? 108 km/h ആണ്. 108 km/h മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റാൻ എന്താ? 108 × 1000/3600 അല്ലെങ്കിൽ 108 × 5/80 വിച്ച് ഈസ് ഈക്വൽ ടു 30 meter/second. അതാണ് ഞാൻ 5ാമത്തെ പോയിൻ്റായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ
കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റി. അപ്പം ട്രെയിൻ എയും ട്രെയിൻ ബിയുടെയും എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടി. ട്രെയിൻ എയുടെ സ്പീഡെന്ന് പറയുന്നത് 25 മീറ്റർ പെർ സെക്കൻഡാണ്. ട്രെയിൻ എയുടെ ലെങ്ത് എന്ന് പറയുന്നത് 400 മീറ്ററാണ്. ട്രെയിൻ ബിയുടെ സ്പീഡെന്ന് പറഞ്ഞാൽ 30 മീറ്റർ പെർ സെക്കൻഡാണ്. ട്രെയിൻ ബിയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റിന് തന്നെ കൊടുത്തിട്ടുണ്ട് 480 മീറ്ററാണ്. ഓക്കെ, ഇത് രണ്ടും മനസ്സിലായി കഴിഞ്ഞാൽ ഇനി ഈ രണ്ട് ട്രെയിനുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരിക. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ഈ രണ്ട് ട്രെയിനുകൾ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം നമ്മുടെ കണ്ടീഷൻ 4 എന്താണ്? ഇത് രണ്ടിൻ്റെയും കൂടെ ഡിസ്റ്റൻസ് 400 480 കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ റിലേറ്റീവ് സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിലേറ്റീവ് സ്പീഡ് എത്ര? 30 മീറ്ററും 25 മീറ്റർ 30 മീറ്റർ പെർ സെക്കൻഡ് 25 മീറ്റർ പെർ സെക്കൻഡും കൂടെ ആഡ് ചെയ്യുന്നതാണ് റിലേറ്റീവ് സ്പീഡ്. രണ്ട് ട്രെയിനിൻ്റെയും സ്പീഡുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നതാണ് രണ്ട് ട്രെയിനുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ക്രോസ് ചെയ്യുമ്പോൾ വരുന്ന റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ട്രെയിനിൻ്റെയും ലെങ്ത് തമ്മിൽ കൂട്ടുന്നത്. സോ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് വിച്ച് ഈസ് ഇക്വൽ ടു 400 + 480 ബൈ 30 + 25 വിച്ച് ഈസ് ഇക്വൽ ടു 880 ബൈ 55 വിച്ച് ഈസ് ഇക്വൽ ടു 16 സെക്കൻഡ്. ഉത്തരം ഓപ്ഷൻ ഇ 16 സെക്കൻഡ്സ്.